അപ്പോൾ ഒരു നല്ല ഒരു മ്യൂസീഷ്യനാകാൻ ഒരു സംഗീതജ്ഞന് ഈ തിയറിയിൽ പരിജ്ഞാനം നേടേണ്ടത് അത്യാവശ്യമാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? ആ തിയറി പാർട്ടിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്? അതായത് തിയറി നോളജ് എന്ന് പറയുന്നത് നന്നായി പാട്ട് നന്നാക്കാനുള്ളതല്ല തിയറി. പാട്ട് നന്നാക്കുന്നത് നമ്മൾ തൊണ്ട പൊട്ടി പ്രാക്ടീസ് ചെയ്താലേ പാട്ട് നന്നാവുള്ളൂ. പക്ഷേ നമ്മുടെ സിംഗിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മാത്രം ജോലിയാണ്. ഒരു പെർഫോമൻസ് നമ്മൾ ചെയ്യുമ്പോൾ അതിന് എങ്ങനത്തെ രാഗങ്ങൾ ചൂസ് ചെയ്യണം, എങ്ങനത്തെ കൃതികൾ ചൂസ് ചെയ്യണം, എങ്ങനെ സ്വരം പാടണം എന്നുള്ളതൊന്നും തിയറിറ്റിക് സംഭവമായിട്ട് റിലേറ്റഡ് കുറവാണ്. ഇറ്റ്സ് നോട്ട് ഓൾ ദാറ്റ് കംപ്ലീറ്റ്ലി തിയറി അറിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങളാരും തിയറി പഠിച്ചിട്ടല്ല കച്ചേരി പാടാൻ തുടങ്ങിയത്, പിന്നെ ഡിഗ്രി എടുത്തതാണ്. അപ്പം തിയറി ഈസ് ടു നോ വാട്ട് വി ആർ സിംഗിങ്. ഇറ്റ് ഈസ് നോട്ട് ടു സിംഗ്. പാട്ട് നന്നാക്കാനുള്ളതല്ല, സ്കോളർലി പാട്ടാണ്. ഇപ്പൊ അതായത് ഇപ്പൊ നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ് രാഗം എങ്ങനെ പാടണം, നമ്മുടെ ഉത്തരം എന്താ? നമ്മൾ ചെയ്തത് ശരിക്കും ആ രാഗത്തിലുള്ള കുറച്ച് കൃതികൾ പഠിച്ചിട്ടുണ്ടാവും, പലരും ഈ രാഗം ആലപിച്ച് കേട്ടിട്ടുണ്ടാവും, നമ്മൾ കുറച്ച് പാടി നോക്കിയിട്ടുണ്ടാവും. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ പാടാറാവും. ഇപ്പൊ ഞാൻ മാത്രമല്ല, എല്ലാ ലീഡിങ് മ്യൂസീഷ്യൻസും അങ്ങനെയാണ് പാടാറായത്. പക്ഷേ ആരെങ്കിലും രാഗം എങ്ങനെ ആലപിക്കണം എന്ന് ചോദിച്ചാൽ ദിസ് ഈസ് നോട്ട് ദി ഓർഗനൈസ്ഡ് ആൻഡ് പ്രൊഫഷണൽ ആൻസർ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആ രാഗത്തിൻ്റെ ലക്ഷണം, ആ രാഗത്തിലെ ഏറ്റവും ജീവസ്വരങ്ങൾ എന്ന് പറയും, അതിൽ ആ രാഗത്തിൻ്റെ ഭാവം ഏറ്റവും നന്നായിട്ട് എടുത്തു കാണിക്കുന്ന സ്വരങ്ങൾ ഏതൊക്കെയാണ്, പ്രയോഗങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ പറയുന്നതാണ് റിയലി ഒരു ഡിപ്ലോമാറ്റിക് അല്ലെങ്കിൽ ഒരു ഓർഗനൈസ്ഡ് പ്രൊഫഷണൽ വേ ഓഫ് ടോക്കിംഗ് അബൌട്ട്. സോ ഇഫ് യു വോണ്ട് ടു ടോക്ക് അബൌട്ട് എ സബ്ജക്ട് വിത്ത് കൺവിക്ഷൻ യു നീഡ് തിയറി. പാട്ട് പാടാനല്ല തിയറി, പാട്ടിനെ കുറിച്ച് അറിയാനാണ് തിയറി. അതിൽ കൂടുതൽ ഗവേഷണം നടത്താനും അതിൽ ഒരു അറിവ് നേടാനും ഉള്ള. അതെ, മ്യൂസിക്കോളജി വേറെ തന്നെ ഒരു ഇതാണ്. മ്യൂസിക്കോളജിസ്റ്റ് ഒരുപാട് പേരുണ്ട്. അറിയാവുന്ന ആൾക്ക് പാട്ട് പാടണമെന്ന് നിർബന്ധമൊന്നുമില്ല, തിരിച്ചുമില്ല. നമ്മൾ റെഫർ ചെയ്യുന്ന പല ബുക്സും പെർഫോമൻസ് എഴുതിയതല്ല, അത് മ്യൂസിക്കോളജിസ്റ്റ് ഒക്കെ എഴുതിയിട്ടുള്ളതാണ്. അതുപോലെ ഇപ്പം മഹദി ഇതിൽ ഈ ഫീൽഡിൽ ഉറച്ചു നിൽക്കുന്നു, ധാരാളം പാട്ട് കേൾക്കുന്നു, പാടുന്നു ഒക്കെ ചെയ്യുന്നു. ശരിക്ക് ഒരു പെർഫോമൻസ് കണ്ടിട്ട് ഇങ്ങനെ അന്തം വിട്ടുപോയ സംഭവങ്ങളുണ്ടാവുമല്ലോ? അങ്ങനെ എല്ലാവരും ലെജൻഡറി ആയിട്ടുള്ള മ്യൂസീഷ്യൻസിൻ്റെ ഒക്കെ പെർഫോമൻസ് നമുക്ക് ഞങ്ങളുടെ ജനറേഷന് നേരിട്ട് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. MS സുബ്ബലക്ഷ്മി അമ്മ ആണെങ്കിലും ML വസന്തകുമാരി അമ്മയാണെങ്കിലും DK ജയരാമൻ സാർ, അങ്ങനെ എത്രയോ സ്റ്റാൾ വാർസ് ലെജൻഡറീസ് ഉണ്ട്. അവരുടെ സംഗീതം നമ്മൾ നേരിട്ട് അനുഭവിക്കാൻ ഭാഗ്യം കിട്ടാത്തൊരു ജനറേഷനാണ് ഞങ്ങളുടേത്. പക്ഷേ ഇങ്ങനെ പാടാൻ സാധിക്കുന്നു എന്ന് തോന്നിയിട്ടുള്ളത് എല്ലാ വിദ്വാൻമാരുടെയും അങ്ങനെ തോന്നാറുണ്ട്. പ്രത്യേകിച്ച് ഒരു പെർഫോമൻസ് എന്നല്ല, ദ ഡെപ്ത് ഓഫ് ദെയർ മ്യൂസിക്, ഹൗ ദേ ഹാവ് മാസ്റ്റേർഡ് ദാറ്റ് ആർട്ട് ഓവർ ഇയേഴ്സ് ഓഫ് ടൈം, അത് ശരിക്കും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ദൈവമേ, ഇങ്ങനെയൊക്കെ പാടി, ഇവരൊക്കെ ഇങ്ങനെ പാടി വെച്ച് കഴിഞ്ഞു, ഇനി നമ്മൾ എന്ത് പാടാനാ എന്ന് തോന്നിയിട്ടുള്ള എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്.